ഇത് ബൈത്തുൽ ലൈഖ്, ഇത് ഇടുക്കത്തിന്റെ വീടാണ്, ഇത് ഞെരുക്കത്തിന്റെ വീടാണ്, ഇത് ദുരിതങ്ങളെ വീടാണ്. ഇവിടെ ഇടക്കിടക്ക് നിന്നെ സന്ദർശിക്കാൻ വരുന്നുണ്ട് നിന്റെ കൂട്ടുകാരല്ല. വീട്ടിൽ അസുഖബാധിതനായി കിടക്കുമ്പോ കൂട്ടുകാരും സ്വന്തക്കാരും ബന്ധുക്കാരും വരുന്നു. ഇവിടെ നിന്നെ സന്ദർശിക്കാൻ വരുന്നത് റബ്ബിന്റെ മലക്കുകളാ. ഇവിടെ നിന്റെ കൂടെ കിടക്കാൻ വരുന്നത് നിന്റെ ഭാര്യയല്ല, നിന്റെ കുടുംബക്കാരല്ല. ഇവിടെ നിന്റെ കൂടെ കിടക്കാൻ വരുന്നത് 1.5 മുഴം വലിപ്പമുള്ള പുഴുക്കളാണ്. നിന്റെ കണ്ണിൽ കൂടി പുഴു കയറിയിട്ട് നിന്റെ വായിൽ കൂടി നിന്റെ മൂക്കിലൂടെ പുറത്തേക്ക് വന്നിട്ട് നിന്റെ കവിളുകൾ കടിച്ച് കടിച്ച് തിന്നിട്ട് നിന്റെ 2 ഭാഗത്ത് അണപ്പല്ലുകൾ പുറത്തേക്ക് ചാടിയിട്ട് നിന്റെ വയറ് മുഴുവനും പൊട്ടിയിട്ട് കൊടൽമാല മുഴുവനും ഇതാ പുറത്തേക്ക് തള്ളുന്നു. ഈ രൂപത്തിൽ ഊർപ്പുഴുക്കളും ചെതലുകളുമാണ് നിന്റെ എല്ലുകൾ കാർന്നു തിന്നുന്നത്. അവരാണ് നിന്റെ കൂട്ടുകാർ. ആ മലക്കുകളാ നിന്റെ നിത്യ സന്ദർശകര്. അതുകൊണ്ട് ജീവിതത്തിൽ നീ പ്രവർത്തിച്ച കാര്യങ്ങൾ മുഴുവനും കൃത്യമായിട്ട് ഉക്കുത്തുബ് അമലക്ക, നിന്റെ അമല് എഴുതിക്കോ. ഹബീബായ തങ്ങൾ പറയുന്നു, ആ ഖബറിൽ കിടന്ന മനുഷ്യൻ ഞെട്ടിവിറച്ച് പറയും, എഴുതാൻ കഴിയില്ല, ഇവിടെ പേനയില്ല, കടലാസില്ല. റഹ്മാൻ എന്ന മലക്ക് പറയും, ഇവിടെ എഴുതാൻ ഉപയോഗിക്കുന്നതിന്റെ വിരൽ തുമ്പാണ്, ഇവിടെ എഴുതാൻ ഉപയോഗിക്കുന്നത് നിന്റെ കഫൻ തുണിയാണ്. ആ കഫൻ തുണിയിൽ നിന്റെ ഉമിനീര് കൊണ്ട് പേനിന്റെ വിരൽ തുമ്പ് കൊണ്ട് എഴുതുക. ജീവിതത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇതുവരെ ഞാൻ പ്രവർത്തിച്ചതൊക്കെ എനിക്കോർമ്മയുണ്ട്. ഇതുപോലെ പ്രായപൂർത്തിയെത്തിയതിനു ശേഷം മരണം വരെ ചെയ്ത സർവ കാര്യങ്ങളും അല്ലാഹു ഓർമ്മപ്പെടുത്തും. അതവൻ എഴുതി വെക്കും, എഴുതിയിട്ടവന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കും. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫി ഉനുഖിഹി യൗമൽ ഖിയാമത്തി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. ഈ ആയത്ത് ഞങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. എന്നിട്ട് എഴുതി